ഹലോ ലേണേഴ്സ്, ലേൺവൈസിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യദു ഹരികുമാർ. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന ഇഗ്നോ കോഴ്സിന്റെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു പ്രോജക്ട് മാനേജ്മെന്റ് ആണ്. സോ ഈ യൂണിറ്റിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്തെന്നെല്ലാം നമുക്ക് നോക്കാം. അണ്ടർസ്റ്റാൻഡ് വൈ പ്രോജക്ട് മാനേജ്മെന്റ് ഈസ് ഗ്രോയിങ് ആസ് എ പ്രൊഫഷൻ. എക്സ്പ്ലെയിൻ വാട്ട് എ പ്രോജക്ട് ആൻഡ് ഡിഫറൻഷിയേറ്റ് ഇറ്റ് ഫ്രം others. Characteristics of projects. What is project management? Project constraints and characteristics, project management frameworks, project roles, ബിസിനസ് എൻവിറോൺമെന്റ് ഇമ്പാക്ടിങ് പ്രോജക്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റ് നമ്മൾ പഠിക്കുന്നതോടുകൂടി ഇത്രയും ഒബ്ജക്റ്റീവ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കവർ ചെയ്യുന്നതെന്നാൽ ഇൻട്രൊഡക്ഷൻ, വാട്ട് ഈസ് എ പ്രോജക്ട്, എക്സാമ്പിൾസ് ഓഫ് എ പ്രോജക്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോജക്ട്, constraints of a project, project management and project stakeholders. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ. The field of project management has attracted the interest of many individuals, groups and organizations. അതായത് പ്രോജക്ട് മാനേജ്മെന്റ് എന്നൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഒരുപാട് പേരുടെ ഇൻട്രസ്റ്റിലേക്ക് അട്രാക്റ്റീവ് ആയിട്ടുണ്ട്. അതായത് പല പല ആളുകളുടെ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ബിസിനസ് ഹൗസസിന്റെ ആയിക്കോട്ടെ, അവിടെ എല്ലാം ഇതിനൊരു പ്രാധാന്യം ഇപ്പോൾ ഉണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻസ് എംപ്ലോയ് പ്രോജക്ട് മാനേജ്മെന്റ് ടു ഗെറ്റ് ഫോളോവിങ് ബെനിഫിറ്റ്സ്. സോ ബിസിനസ് ഹൗസസുകളെ സംബന്ധിച്ച് എന്തിനാണ് അവർ പ്രോജക്ട് മാനേജ്മെന്റ് ചെയ്യുന്നതെന്നാൽ അവർക്ക് ഒരുപാട് തരത്തിലുള്ള ബെനിഫിറ്റ്സ് ഈ പ്രോജക്ട് മാനേജ്മെന്റിലൂടെ കിട്ടും. നമ്മൾ എന്താണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സോ ആ പർട്ടിക്കുലർ പ്രോജക്ട് മാനേജ്മെന്റ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ബിസിനസ് ഹൗസിന് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം. ലോവർ കോസ്റ്റ് ആൻഡ് ഹയർ മാർജിൻസ്. അതായത് ഒരു പർട്ടിക്കുലർ ബിസിനസിനെ സംബന്ധിച്ച് അവരുടെ ചെലവുകൾ കുറയ്ക്കാനും അതേപോലെ പ്രോഫിറ്റ് മാർജിൻ അതായത് ലാഭം കൂട്ടുവാനായിട്ട് ഈ പ്രോജക്ട് മാനേജ്മെന്റ് കൊണ്ട് സാധിക്കും. നമുക്കറിയാം പ്രോജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ടാസ്കുകളുണ്ട്. അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിനാണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ അത് എഫിഷ്യന്റ് ആയിട്ട് മാനേജ് ചെയ്യുകയാണെങ്കിൽ ഒരു ബിസിനസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്തായിരുന്നാലും അവരുടെ കോസ്റ്റ് ചെലവുകൾ അവർക്ക് ചുരുക്കാനും അതേപോലെ ലാഭം അധികമാക്കാനായിട്ടും സാധിക്കും. അതാണ് ആദ്യത്തെ ബെനിഫിറ്റ്സിൽ അവർ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ബെറ്റർ റിലയബിലിറ്റി ഓൺ പ്രോസസ്സസ് ആൻഡ് ക്വാളിറ്റി. സോ എന്തായാലും പ്രോജക്ട് മാനേജ്മെന്റ് വരുമ്പം അവിടെ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ടാവും, കൺട്രോളിംഗ് സിസ്റ്റം എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്കൊരു വിശ്വസ്തത, അതായത് അതിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആരൊക്കെയാണോ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിളിന് ഒരു വീട് ആണ് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ആയിട്ട് ഇന്നലെ ഞാൻ ഉദാഹരണത്തിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പ്രോജക്റ്റിന്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്കൊരു വീട് നിർമ്മിക്കുന്നത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ വീട് നിർമ്മിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, അതൊരു ഗോളാണ് വീട് നിർമ്മിക്കുക എന്ന് പറയുന്നത്. അപ്പം അതിന് ഒരുപാട് ടാസ്കുകളുണ്ട്. അതായത് ഫൈനാൻസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്യണം. അതേപോലെ തന്നെ വർക്കേഴ്സ്, അവിടുത്തെ റിസോഴ്സസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ബേസിക്കലി ഈ പ്രോജക്ട് മാനേജ്മെന്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു പ്രോപ്പറായിട്ടൊരു മാനേജ്മെന്റ് ഈ കാര്യത്തിൽ, അതായത് ഈ ഗോൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ വീട് നിർമ്മിക്കുക എന്നുള്ളതാണ് ഗോള്, അത് അച്ചീവ് ചെയ്യാനായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെ ഒരു വിശ്വസ്തത പ്രോസസ്സിലും ക്വാളിറ്റിയിലും എന്താണോ പ്രോജക്റ്റ് അതിന്റെ ക്വാളിറ്റിയിൽ ഒരു വിശ്വസ്തതയും കാര്യങ്ങളും അവിടെ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലഭിക്കും. ദെൻ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. അത് ഒരാൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ, ഒരു പ്രോജക്റ്റിനെ പ്രോപ്പറായിട്ട് ഒരാൾ മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ ഫൈനാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും മറ്റു തിരിമറികളും അല്ലെങ്കിൽ അധികമായിട്ടുള്ള ചെലവുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. അതെല്ലാം പ്രോപ്പറായിട്ടായിരിക്കും മാനേജ് ചെയ്തിരിക്കുന്നത്. ഇത്ര രൂപ ഇന്ന കാര്യങ്ങൾക്ക് ഇത്ര രൂപ, അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ഒരു കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ അങ്ങനെ ഒരു രീതി നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ റിസോഴ്സസിനെ നമുക്ക് ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ ഹ്യൂമൻ റിസോഴ്സസ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത്, ഒരു ചെറിയ വീടാണ് നമ്മൾ നിർമ്മിക്കുന്നതിരുന്നോട്ടെ, അവിടെ ഒരു 20 വർക്കേഴ്സിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ഒരു 10 പേര് മതിയാവും. ഒരാൾ ഇത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനുണ്ടെങ്കിൽ ഈ റിസോഴ്സസിനെ എല്ലാം കറക്റ്റ് അളവിലായിരിക്കും നമുക്ക് ആ പ്രൊജക്ടിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. ദെൻ ഫാസ്റ്റർ പ്രോഡക്റ്റ് ടു മാർക്കറ്റ്. വേഗം നമുക്ക് എത്രയും വേഗം ആ പർട്ടിക്കുലർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് അത് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു ബിസിനസ് ഹൗസിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ആണ് അവർ പ്രോജക്റ്റ് ആയിട്ട് ഇത് ചെയ്തിരിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിളിന് അവരൊരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണ്. അപ്പം അതെല്ലാം ഒരു പർട്ടിക്കുലർ മാനേജ്മെന്റ് അവിടെ ഉണ്ടെങ്കിൽ, ഒരാൾ അതിനെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിച്ച് എല്ലാ രീതിയിലും കൊണ്ടുവരികയാണെങ്കിൽ അതിനെ വേഗം നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാനെത്തും. ബേസിക്കലി ഈ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, മാനേജ് മെൻ ടാക്ട്ഫുള്ളി ആണ്.
അല്ലെ? മാനേജ്മെന്റ് ഫുൾ ഫോം അങ്ങനെയാണ്, മാനേജ്മെന്റ് ടാക്ട്ഫുള്ളി. അപ്പം ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാര്യങ്ങളെല്ലാം വേഗം നടക്കാനും എന്താണോ പർട്ടിക്കുലർ പ്രോജക്റ്റിന്റെ ഔട്ട്കം അത് എത്രയും വേഗം ആ റിസൾട്ട് നമുക്ക് അച്ചീവ് ചെയ്യുവാനായിട്ടും സാധിക്കും. ദെൻ ബെറ്റർ റിലേഷൻസ് വിത്ത് ക്ലയൻസുമായിട്ട് ഒരു നല്ല ബന്ധം റിലേഷൻഷിപ്പ് ഉണ്ടാകും. കാരണം എല്ലാ കാര്യങ്ങളും ഒരു ട്രാൻസ്പെറൻസി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു ബെറ്റർ റിലേഷൻ വരികയും ചെയ്യും. ദെൻ ഇംപ്രൂവ്ഡ് പ്രൊഡക്ടിവിറ്റി. ഈ മുകളിൽ പറഞ്ഞ അഡ്വാൻറ്റേജസ് എല്ലാം ബെനിഫിറ്റ്സുകളെല്ലാം കിട്ടുന്നതിലൂടെ തന്നെ നമ്മുടെ കാര്യക്ഷമത നമ്മളുടെ ഉറപ്പായിട്ടും വർദ്ധിക്കും. ദെൻ ബെറ്റർ കോർഡിനേഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് വർക്കർ മൊറൈൽ. വർക്കർ മൊറൈൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ എംപ്ലോയീസിന്റെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന ടാസ്കുകളും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള അവരുടെ സാറ്റിസ്ഫാക്ഷൻ കാര്യക്ഷമതയ്ക്കും പറയുന്നതാണ് വർക്കർ മൊറൈൽ എന്ന് പറയുന്നത്. സോ ബെറ്റർ കോർഡിനേഷൻ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇംപ്രൂവ്ഡ് വർക്കർ മൊറൈലും ഉണ്ടാവും. ദെൻ വാട്ട് ഈസ് എ പ്രോജക്ട്? ഇന്നലെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഞാൻ നമുക്ക് ഒന്നുകൂടെ നിന്ന് എന്താന്ന് കാര്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എ പ്രോജക്ട് ഈസ് എ ടെമ്പററി എൻഡേവർ അണ്ടർടേക്കൺ ടു ക്രിയേറ്റ് എ യൂണിക് പ്രോഡക്റ്റ്, സർവീസ് ഓർ റിസൾട്ട്. അതായത് ഒരു പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു യൂണിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് എൻറ്റർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് താൽക്കാലികമാണ് ഉറപ്പായിട്ടും. വീട് നിർമ്മിക്കുക എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നു. ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുകയാണെന്നിരുന്നോട്ടെ, ആ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതോടുകൂടി ആ പ്രോജക്റ്റ് അവിടെ വെച്ച് തീരുകയാണ്. മനസ്സിലായോ? അതല്ലാതെ അതൊരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോങ് ലൈഫ് സർവീസ് ആയിട്ട് അങ്ങ് പോവുകയില്ല. എന്താണോ അവരുടെ ഉദ്ദേശം അത് തീരുന്നതോടുകൂടി ആ പ്രോജക്റ്റ് അവിടെ തീരുകയാണ്. ഇറ്റ് ഈസ് എ ടെമ്പററി എൻഡേവർ അണ്ടർടേക്സ് ടു ക്രിയേറ്റ് യൂണിക് പ്രോഡക്റ്റ്, സർവീസ് ഓർ റിസൾട്ട്. Projects are typically initiated to achieve specific goals and objectives within a defined scope, budget and timeline. അതിനൊരു കൃത്യമായിട്ടുള്ള സ്കോപ്പ് ഉണ്ടാവും. എന്താണ് പർട്ടിക്കുലർ പ്രോജക്റ്റിന്റെ ഉദ്ദേശം, അതെല്ലാം വെച്ചിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടാവും, ബഡ്ജറ്റ് ഉണ്ടാവും, ഇത്ര രൂപയ്ക്കുള്ളിലായിരിക്കണം എന്നുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാവും, ടൈം ലൈൻ ഉണ്ടാവും. ചിലപ്പോൾ ഒരു ബിസിനസ്സിന് ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതാണ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു വർഷം കൊണ്ടായിരിക്കും ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിനിമ എന്ന് പറയുമ്പോൾ മൂവി, അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മൂവി എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന്റെ അഭിനയം എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇത്ര രൂപയിലാണ്, ബഡ്ജറ്റിലാണ് ആ ഫിലിം, നമ്മൾ പറയില്ലേ ബിഗ് ബഡ്ജറ്റ് ഫിലിം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ അതേപോലെ ഇത്ര രൂപയാണെന്നൊരു ബഡ്ജറ്റ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇന്ന സമയത്ത് അത് റിലീസ് ചെയ്യണമെന്നും ഉണ്ടാവും. അതെല്ലാം നമ്മൾ മീറ്റ് ചെയ്യേണ്ടതിന് ഈ പ്രോജക്ട് മാനേജ്മെന്റ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അതിനകത്തൊരു മാനേജ്മെന്റ് ഉണ്ടാവും. അതായത് ആളുകളുടെ ഫണ്ടിങ്ങും കാര്യങ്ങളും ആളുകളെ എത്തിക്കുന്നതും എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അതെല്ലാം മാനേജ് ചെയ്യുന്നത് ഈ പ്രോജക്ട് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. Effective project management practices are essential for successive planning, executing and closing out projects to achieve desired outcome. അതായത് എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സക്സസ് ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും പ്ലാൻ ചെയ്ത കാര്യങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാനും അവസാനം നമുക്ക് ഡിസൈഡ് റിസൾട്ട് കിട്ടി ആ പ്രോജക്റ്റിനെ, പർട്ടിക്കുലർ പ്രോജക്റ്റിനെ നമുക്ക് അവസാനിപ്പിക്കുവാനും സാധിക്കുകയുള്ളൂ. എക്സാമ്പിൾസ് ഓഫ് എ പ്രോജക്ട്. സോ കുറച്ച് എക്സാമ്പിൾസ് ആണ്, പ്രോജക്റ്റിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിൽഡിംഗ് എ കസ്റ്റം ഡിസൈൻ ഹൗസ്, ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിൾ തന്നെ, ഒരു വീട് നിർമ്മിക്കുന്നത്. ദെൻ ആൻ ഓട്ടോമൊബൈൽ കമ്പനി ക്രിയേറ്റ്സ് എ ന്യൂ അസംബ്ലി ലൈൻ ടു അസംബ്ലി ഇറ്റ് പ്രോഡക്ട്സ്. അതായത് ഓട്ടോമൊബൈൽ കമ്പനി അവരുടെ പ്രോഡക്ട്സ് എല്ലാം പെട്ടെന്ന് മാനുഫാക്ചറിംഗിൽ നിന്ന് അവസാന സ്റ്റേജിലേക്ക് എത്തിക്കാനായിട്ട് ഒരു അസംബ്ലി ലൈൻ, അതായത് ഒരു പ്രത്യേക സപ്ലൈ ചെയിൻ ആരംഭിക്കാനായിട്ട് തുടങ്ങുകയാണെന്ന് വിചാരിക്കുന്നു എന്നിരുന്നോട്ടെ. അങ്ങനെയാണെങ്കിൽ അതും ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ എ കോളേജ് ക്യാമ്പസ് റീപ്ലേസസ് ഓൾ ഓവർഹെഡ് പവർ കേബിൾസ് വിത്ത് അണ്ടർഗ്രൗണ്ട്. വിദേശത്തെ കാര്യങ്ങളെല്ലാം അറിയാം, നമുക്ക് അവിടുത്തെ ഇലക്ട്രിക്സും കാര്യങ്ങളും എല്ലാം അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക് സിസ്റ്റംസ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ അതൊന്നും അത്രമാത്രം എസ്റ്റാബ്ലിഷ്ഡ് ആകാത്തത്. സോ ഇപ്പം എല്ലാം ഈ ബാക്കിയുള്ള ഈ എന്താ പറയണ്ടത്, നമ്മുടെ ഫിസിക്കൽ കേബിൾ വയേഴ്സ് എല്ലാം മാറ്റി അണ്ടർഗ്രൗണ്ടിൽ കൂടിയുള്ള കേബിൾ കണക്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഒരു കോളേജ് ക്യാമ്പസ് തീരുമാനിക്കുകയാണെങ്കിൽ അത് അവരെ ആരെങ്കിലും ഏൽപ്പിക്കും, ഒരു പർട്ടിക്കുലർ സ്പോൺസറിനെയോ കമ്പനിയെ ഏൽപ്പിക്കും, ഞങ്ങൾക്ക് ഇങ്ങനെ വേണം. അപ്പൊ ആ കമ്പനിയെ സംബന്ധിച്ച് എന്താണ്, ഇതൊരു പ്രോജക്റ്റ് ആണ്. അതായത് ഈ കോളേജിൽ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിൽ ഇതുപോലെ അണ്ടർഗ്രൗണ്ട് ഇലക്ട്രിക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം, അതൊരു പ്രോജക്റ്റ് ആണ്. ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു ഇലക്ട്രിക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തിരുന്നത്, നമുക്ക് സോളാർ, അപ്പൊ നമുക്ക് എന്താ പറയേണ്ടത്, ഈ ഊർജം, ഈ സൂര്യനിൽ നിന്നുള്ള ഊർജം വെച്ചിട്ട് ഒരു വീട്ടിലേക്ക് ഇലക്ട്രിക് എന്ന് പറയുന്നത് അങ്ങനെയാണ് വേണ്ടത്, ഇലക്ട്രിസിറ്റി സോളാറിൽ നിന്നാണ് വേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നമ്മളൊരു സോളാർ കമ്പനിയുമായിട്ട് ബന്ധപ്പെടുകയാണ്, ഒരു പറയുകയാണ് എനിക്ക് ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക്സും ഈ സോളാർ എനർജി വഴിയുള്ളതായി ആക്കി തരണം എന്ന് പറയുമ്പോൾ ആ കമ്പനി എന്താണ്, അവിടെ ഒരു പ്രോജക്റ്റിൽ ഏർപ്പെടുകയാണ്, ആ വീട്ടിൽ അത് ഉണ്ടാക്കി കൊടുക്കണം, സോളാർ എനർജിയുടെ സിസ്റ്റംസ് എല്ലാം ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം, അതൊരു പ്രോജക്റ്റ് ആണ്. മനസ്സിലായല്ലോ. ദെൻ എ സ്കൂൾ ഇംപ്ലിമെന്റ്സ് എ ന്യൂ മൊബൈൽ ആപ്പ് ഫോർ ഓൾ ഇറ്റ്സ് സ്റ്റുഡൻസ്. ഒരു സ്കൂളിൽ ഒരു പുതിയ മൊബൈൽ ആപ്പ് അവരുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഈ യൂണിറ്റ് ടെസ്റ്റിന്റെ റിസൾട്ട്സും കാര്യങ്ങളും എല്ലാം കിട്ടാൻ, അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിന്റെ മെറ്റീരിയൽസും എല്ലാം ഷെയർ ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ
ഒരു സ്കൂളിന് വേണം എന്നുണ്ടെങ്കിൽ അതും ഒരു പ്രോജക്റ്റ് ആണ്. അത് ഏത് കമ്പനിക്കാണോ കിട്ടുന്നത് ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രോജക്റ്റ് ആണ്. എ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ക്രിയേറ്റ്സ് എ ന്യൂ ഡ്രഗ് ടു ഫൈറ്റ് എ പർട്ടിക്കുലർ ഡിസീസ്. ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു പുതിയ മെഡിസിൻ ഉണ്ടാക്കുന്നു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിസീസിനെതിരായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ COVID-19 വന്ന സമയത്ത്, കോവിഡ് വന്ന ടൈമിൽ കോവിഡിന്റെ കോവാക്സിൻ കണ്ടുപിടിക്കൽ, കോവിഡിനെതിരായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിക്കുക ഇപ്പോഴും അത് നടക്കുകയാണ്. അതൊരു പ്രോജക്റ്റ് ആണ്. അതിനുള്ള മെഡിസിൻ കണ്ടെത്തുക എന്നുള്ളത് കോവാക്സിൻ പ്രോജക്ട്, കോവിഷീൽഡ് പ്രോജക്ട്, ഇതെല്ലാം ഒരു പ്രോജക്റ്റ് ആണ്. ആ പ്രോജക്റ്റ് വഴിയാണ് അവർ ആ മെഡിസിൻസ് കണ്ടെത്തുന്നത്. Then a company creates petroleum refining unit on a barren land. ഒരു കമ്പനി ഒരു പെട്രോളിയം റിഫൈനിങ് യൂണിറ്റ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ഒരു പ്രോജക്റ്റ് എന്ന് പറയാം. Then a two-wheeler manufacturing company launches electric vehicles in the market. അതായത് ഒരു ടു വീലർ മാർക്കറ്റിംഗ് കമ്പനി എന്ത് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഇലക്ട്രിക് വെഹിക്കിൾ, പുതിയതായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റ് ആണ്. അവർ പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമല്ലേ, അപ്പൊ അതും എന്താണ് ആ കമ്പനിയെ സംബന്ധിച്ച് ഒരു പ്രോജക്റ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദെൻ പ്രോജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് യൂണിക് പർപ്പസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു പ്രൊജക്റ്റിന് അതിൻ്റെതായിട്ടുള്ള ഒരു യൂണിക്, സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിക് പർപ്പസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു വീട് നിർമ്മിക്കുന്ന കേസിൽ വീട് നിർമ്മിക്കുന്നതാണ് അവിടുത്തെ ആ പ്രോജക്റ്റിന്റെ പർപ്പസ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഒരു പുതിയ മെഡിസിൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആ പുതിയ മെഡിസിൻ ആണ് അവിടുത്തെ പ്രോജക്റ്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. ഒരു സ്കൂളിൽ ഒരു പുതിയ മൊബൈൽ ആപ്പ്, നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ, ഒരു മൊബൈൽ ആപ്പ് കൊണ്ടുവരുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു, അങ്ങനെയുള്ള ആ മൊബൈൽ ആപ്പ് ആണ് ഇവിടുത്തെ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഓരോ യൂണിക് പർപ്പസ് ഉണ്ടാവും ഓരോ പ്രോജക്റ്റിനും. ദെൻ ടെമ്പറാലിറ്റി, താൽക്കാലികത. അതായത് ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ലൈഫ് ലോങ് ആയിട്ട് അങ്ങനെ നിൽക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, എന്താണോ അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറി കഴിയുമ്പോൾ എന്താവും, ആ പ്രോജക്റ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കലി ക്ലോഷർ ആവും. ഇപ്പൊ മൊബൈൽ സ്കൂളിന്റെ കേസ് പറയുകയാണെങ്കിൽ ഒരു സ്കൂളിൽ ഒരു മൊബൈൽ ആപ്പ് വേണം എന്നിരുന്നോട്ടെ, ആ മൊബൈൽ ആപ്പ് പ്രൊവൈഡ് ചെയ്ത് കഴിയുന്നതോടുകൂടി ആ കമ്പനി എന്താവും, ആ പ്രോജക്റ്റ് അവിടെ ക്ലോസ് ചെയ്യും. ആ സ്കൂളിലേക്ക് അവർക്ക് ആവശ്യം ഉണ്ടായിരുന്നത് ഒരു മൊബൈൽ ആപ്പ് ആയിരുന്നു, ആ മൊബൈൽ ആപ്പ് കൊടുത്തു. സോ അതോടുകൂടി ആ പ്രോജക്റ്റ് എന്താണ്, അവിടെ തീർന്നു. അല്ലാതെ അത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് നിൽക്കില്ല. സോ അവിടെ ഒരു ടെമ്പറാലിറ്റി ഉണ്ട്, ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ അത് ലോങ് ടേമിലേക്ക് ഒരു പ്രോജക്റ്റ് ഒന്നും പറഞ്ഞ് നിൽക്കില്ല. നമുക്കറിയാം ചില ആളുകൾ ഇപ്പം ഈ ഫയർ ആൻഡ് സേഫ്റ്റി അങ്ങനെയൊക്കെയുള്ള കോഴ്സസ് പഠിച്ചതിന് ശേഷം അവര് ജോലിക്ക് പോകുമ്പോൾ നമുക്കറിയാം, ഡൽഹിയിൽ ഒരു പ്രോജക്റ്റ് ഞങ്ങൾക്ക് വരുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ജോലിക്ക് പോകുന്നതെന്ന് പറയും. എന്നിട്ട് അവരവിടെ പോയിട്ട് ആ പ്രോജക്റ്റ് തീരുമ്പോൾ എന്താണ്, അവർ തിരിച്ചു വരും. അവർ പറയും ഇനി അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ കമ്പനി വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അന്നേരത്തേക്ക് പോയാൽ മതി. അതാണ് പറയുന്നത്. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതൊരു താൽക്കാലികമായിട്ട് കുറച്ച് നാളത്തേക്കുള്ള ഒരു കാര്യമാണ്, അല്ലാതെ അതൊരു ലോങ് ടേം അല്ല. ദെൻ പ്രോഗ്രസീവ് ഇലാബറേഷൻ. ആദ്യം ഒരു പ്രോജക്റ്റ് ഐഡിയ വരുമ്പം അതൊരു റഫ് കാര്യമായിരിക്കും, ചെറിയൊരു കാര്യമായിരിക്കും. പിന്നീടാണ് റിസോഴ്സസും കാര്യങ്ങളും എല്ലാം പ്രോഗ്രസീവ് ആയിട്ട് പല പല സ്റ്റെപ്സ് ആൻഡ് പ്രോഗ്രസ്സിലൂടെയാണ് പിന്നീട് ആ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. അതിനാണ് പ്രോഗ്രസീവ് ഇലാബറേഷൻ എന്ന് പറയുന്നത്. ദെൻ റോൾ ഓഫ് റിസോഴ്സസ്. പല റിസോഴ്സസ് ഉണ്ട് അല്ലെ, മെൻ ഉണ്ട്, മണി ഉണ്ട്, മെറ്റീരിയൽ ഉണ്ട്, പല കാര്യങ്ങളുണ്ട്. സോ ഓരോ റിസോഴ്സസിനും ഓരോരോ റോൾ ഉണ്ട്. ഒരു പ്ലംബറിന്റെ റോൾ എന്താണ്, ബാക്കി ഈ വാട്ടർ അങ്ങനെയുള്ള പൈപ്പ് കണക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആയിരിക്കും അവരുടെ റോള്. അതേപോലെ ഈ ഇപ്പൊ ഒരു വീട് സംബന്ധിച്ച് മോഡുലാർ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഷെൽഫ് ഒക്കെ പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്, അത് അവരുടെ ടാസ്ക് ആയിരിക്കും. അപ്പൊ ഓരോ റിസോഴ്സസിനും ഓരോരോ തരത്തിലുള്ള ജോബ് ഉണ്ടാവും, വർക്ക് ഉണ്ടാവും. അതെല്ലാം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം ഒരു പ്രോജക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ കസ്റ്റമർ ഓർ സ്പോൺസർ. എയ്തർ ഒരു കസ്റ്റമർ ആയിരിക്കും പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സ്പോൺസർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എനിക്ക് ഒരു വീട് വെക്കണം, ഇപ്പൊ ഞാനൊരു കോൺട്രാക്ടറിനെ പോയി കണ്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ കസ്റ്റമർ ആണ്. പക്ഷെ എനിക്ക് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ വീട് നിർമ്മിക്കുന്നത്. അപ്പൊ ഞാൻ കസ്റ്റമർ ആണ്. പക്ഷെ അങ്ങനെ അല്ലാതെ എനിക്കൊരു സ്പോൺസർ ചില സമയത്ത് ഉണ്ടാവും. എന്റെ സ്പോൺസർ ആയിരിക്കും എന്റെ ഫണ്ടിങ്. ഇപ്പൊ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയില്ലേ, ഇന്ന പ്രൊഡക്റ്റിന്റെ സ്പോൺസർ ഇവരാണ്, ഇന്ന കമ്പനിയാണ് സ്പോൺസർ എന്ന് പറയില്ലേ. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് വേണ്ടിയിട്ട് ഫണ്ട് തരാൻ ഒരു സ്പോൺസർ ഉണ്ടാവും. ആ സ്പോൺസർ ആയിരിക്കും അവിടെ പ്രോജക്റ്റ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ആ സ്പോൺസർ അറിഞ്ഞുകൊണ്ടായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും നീങ്ങുന്നത്. അതാണ് കസ്റ്റമറും സ്പോൺസറും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഏകദേശം ഒരേപോലെ തന്നെയാണ്. പക്ഷെ കസ്റ്റമർ എന്ന് പറയുമ്പോൾ കസ്റ്റമർ ആയിരിക്കും പേയ്മെന്റ് കൊടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതേസമയം സ്പോൺസർ എന്ന് പറയുമ്പോൾ ആ കസ്റ്റമറിന് എല്ലാ കാര്യങ്ങളും, ഫണ്ടും കാര്യങ്ങളും എല്ലാം അലോക്കേറ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം മുമ്പോട്ട് നയിക്കുന്നത് സ്പോൺസർ ആയിരിക്കും. ദെൻ അൺസർട്ടൈനിറ്റി. ഒരു പ്രോജക്റ്റിന്റെ കാര്യം നമുക്കൊന്നും പറയാനൊക്കില്ല, അത് സർട്ടൈൻ അല്ല, അതിന്റെ ഫ്യൂച്ചർ നമുക്കൊന്നും പറയാനൊക്കില്ല. നമുക്കറിയാം എത്രയോ പ്രോജക്റ്റുകൾ ഉണ്ടാവും. ഗവൺമെന്റ് തന്നെ നമുക്കറിയാം, വിൻഡ് മിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥാപിച്ചതിന് ശേഷം അവിടെ അത് വർക്ക് ആകാതെ വരുമ്പോൾ ആ പ്രോജക്റ്റ് ഫെയിൽ ആകില്ലേ. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു റോഡ് പണി വരെ തന്നെ നമ്മുടെ നാട്ടിൽ അറിയാം, ചിലത് പകുതി വെച്ച് നിർത്തിയിട്ടേക്കും, ഫണ്ടും കാര്യങ്ങളും ഒന്നും കിട്ടാതെ. അങ്ങനെയുള്ള അതെല്ലാം ഒരു പ്രോജക്റ്റ് ആണ്. റോഡ് പണി അതെല്ലാം ഒരു പ്രോജക്റ്റ് ആണ്. സോ ഫണ്ടും കാര്യങ്ങളും കിട്ടിയില്ല എന്ത് ചെയ്യുക, അത് ഇടയ്ക്ക് വെച്ചിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയുടെ
എൻവിറോൺമെന്റിന്റെ പ്രതികൂലമായിട്ടുള്ള എന്തെങ്കിലും രീതിയിൽ വെതർ കണ്ടീഷൻസ് എന്തെങ്കിലും മാറുകയാണെങ്കിലും അതിനകത്ത് തടസ്സങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വേണമെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് 1 lakh ആണ് ബഡ്ജറ്റ് എങ്കിൽ അത് അൺസർട്ടൈൻ ആണ്. ചിലപ്പോൾ 2 ലക്ഷം ആയിരിക്കും ബഡ്ജറ്റ്. ഒരു വീട് നിർമ്മിക്കാൻ നമ്മൾ 15 ലക്ഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചിലപ്പോൾ പണിഞ്ഞു വരുമ്പോൾ ഒരു 20 ലക്ഷം ആയിരിക്കും. അത് അൺസർട്ടൈൻ ആണ്. അതുപോലെ തന്നെ പ്രോജക്റ്റിന്റെ കാര്യം അൺസർട്ടൈൻ ആണ്. നമുക്ക് കൃത്യമായിട്ട് ഒരു ഊഹം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ദെൻ പ്രോജക്ട് കൺസ്ട്രെയിൻസ്, അതായത് പ്രോജക്റ്റിന് ബെനിഫിറ്റ്സ് ഉള്ളതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അതിന് ഒരുപാട് തരത്തിലുള്ള ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം ചേർത്ത് വെച്ച് പറയുന്നതാണ് കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. എ പ്രോജക്ട് ഹാസ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് വിച്ച് ആർ ഇന്റർഡിപെൻഡന്റ് ടു ഈച്ച് അതർ. These are called constraints. These constraints also known as triple constraint or iron triangle. So project constraint triple constraint അല്ലെങ്കിൽ iron triangle എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് നോക്കാം. സ്കോപ്പ്, ടൈം, കോസ്റ്റ്, ക്വാളിറ്റി, റിസോഴ്സസ്, റിസ്ക്. സോ സ്കോപ്പ്, ടൈം, കോസ്റ്റ് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മെറ്റീരിയലിൽ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ ക്വാളിറ്റി, റിസോഴ്സസ്, റിസ്ക് ഞാൻ അഡീഷണൽ ആയിട്ട് ചേർത്താണ്. കാരണം ഒരു പ്രോജക്ട് കൺസ്ട്രെയിനകത്ത് റിസോഴ്സസും റിസ്കും കൂടെ വരുന്നതാണ്. അതെ, സ്കോപ്പ്, ടൈം, കോസ്റ്റ്, ക്വാളിറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. റിസോഴ്സസും റിസ്കും ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നതാണ്. കാരണം അതും കൂടി ചേർന്നാൽ മാത്രമേ നമുക്ക് ഒരു പ്രോജക്ട് കൺസ്ട്രെയിന്റ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ആ പ്രോജക്റ്റ് ബേസിക്കലി എന്തിനാണ് വന്നത്, എന്ത് പർപ്പസിനാണ് വന്നതെന്ന് കാണിക്കുന്നതാണ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഫോർ വാട്ട് പർപ്പസ് ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. ദെൻ ടൈം, ഏത് സമയത്ത് പ്രോജക്റ്റ് തുടങ്ങണം, ഏത് സമയത്ത് പ്രോജക്റ്റ് അവസാനിക്കണം, ഇതെല്ലാം കാണിക്കുന്നതാണ് ടൈം എന്ന് പറയുന്ന കൺസ്ട്രെയിനകത്ത് വരുന്നത്. പക്ഷെ ഈ സ്കോപ്പ് ആണെങ്കിലും ശരി, ടൈം ആണെങ്കിലും ശരി, എല്ലാം അൺസർട്ടൈൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സ്ലൈഡിൽ ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് നമ്മൾ പറഞ്ഞല്ലോ. കാര്യം എന്ത് കാര്യങ്ങൾ വന്നാലും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത് സർട്ടൈൻ ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. ദെൻ കോസ്റ്റ്, എത്ര രൂപയാണ് നമ്മൾ ബഡ്ജറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ 15 ലക്ഷത്തിന്റെ ഇതാണോ എത്രയാണെന്നുള്ള ആ ബഡ്ജറ്റ് അലോക്കേഷൻ ആണ് ഈ കോസ്റ്റ് എന്ന് പറയുന്ന കൺസ്ട്രെയിനകത്ത് വരുന്നത്. എഗെയിൻ ഇറ്റ് ഈസ് ഓൾസോ അൺസർട്ടൈൻ. നമുക്ക് പറയാൻ ഒക്കുമോ 15 ലക്ഷം രൂപയാണ് ഇതിന്റെ ഇത്, ആ 15 ലക്ഷത്തിൽ തന്നെ നിൽക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കില്ല. ചില ലിമിറ്റേഷൻസും കാര്യങ്ങളും കൊണ്ട് ചിലപ്പോൾ അത് 20 or 25 ലക്ഷം രൂപ വരെ ആകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഗവൺമെന്റ് ബഡ്ജറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യം ഫണ്ട് വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം ഇടയ്ക്ക് വെച്ചിട്ട് ആ ഫണ്ട് തീർന്നു കഴിഞ്ഞാൽ ഗവൺമെന്റ് പറയില്ലേ ഇനി ഫണ്ട് വന്നാൽ മാത്രമേ അത് തിരിച്ച് അത് ആരംഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് വെറുതെ സ്റ്റോപ്പ് ചെയ്തൊക്കെ വെക്കാറില്ലേ. അതെല്ലാം ഈ കോസ്റ്റിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ദെൻ ക്വാളിറ്റി, ഈ പ്രോജക്റ്റിനകത്തുള്ള ഔട്ട്പുട്ടിന് എത്രത്തോളം ക്വാളിറ്റി വരും എന്നുള്ളതാണ്. എന്ത് ലെവൽ ഓഫ് ക്വാളിറ്റിയാണ് കസ്റ്റമർ എക്സ്പെക്ട് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അവരിലേക്ക് എത്തിച്ചു കൊടുക്കാം ആ ക്വാളിറ്റിയിൽ, അതാണ് ക്വാളിറ്റി എന്നുള്ളതിൽ വരുന്നത്. ദെൻ റിസോഴ്സസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്. ഒരു പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. മാൻ, മണി, മെറ്റീരിയൽ അങ്ങനെയുള്ള ഒരുപാട് റിസോഴ്സസ് ഉണ്ട്. അതിനെല്ലാം പ്രോപ്പറായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതാണ് റിസോഴ്സസിൽ പറയുന്നത്. ദെൻ റിസ്ക് എന്ന് പറയുമ്പോൾ ആ ഒരു അൺസർട്ടൈനിറ്റിയുടെ ഒരു ഭാഗം തന്നെയാണ്. കാര്യം നമുക്ക് ഒരു ബിസിനസ് എന്ന് പറയുന്നതും അത് ഒരിക്കലും സർട്ടൈൻ അല്ല. അതിനകത്ത് അൺസർട്ടൈനിറ്റി ഉണ്ട്, റിസ്ക് ഉണ്ട്. നമുക്കൊന്നും കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് പറയാനായിട്ട് പറ്റില്ല. ഈ ബിസിനസ്സിൽ പൂർണ്ണമായിട്ടും അത് വിജയിക്കും, ഇതിൽ നിന്ന് കൃത്യമായിട്ടുള്ള റിട്ടേൺസ് കിട്ടും, ഒന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാര്യം എല്ലാത്തിലും എല്ലാ എലമെന്റും നമ്മുടെ ലൈഫിന്റെ എലമെന്റിലാണെങ്കിൽ പോലും നമുക്ക് റിസ്ക് ഉണ്ട് അല്ലെ. അതേപോലെ പ്രൊജക്ടിന്റെ കേസിൽ എന്തുണ്ട്, റിസ്ക് ഉണ്ട്. ഉറപ്പായിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു അൺസർട്ടൈനിറ്റി ഉണ്ടാവും. അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് റിസ്ക് എന്നുള്ളതിനകത്ത് നമ്മൾ പറയുന്നത്. ദെൻ പ്രോജക്ട് മാനേജ്മെന്റ്. എന്താണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ ഞാൻ ബേസിക്കലി പറഞ്ഞു, പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അൾട്ടിമേറ്റ് ഗോൾ ഉണ്ടാവും. ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ടാസ്കുകളും ഉണ്ടാവും. സോ ഈ ടാസ്കുകളെ മാനേജ് ചെയ്ത് ഈ ഗോളിലേക്ക് എത്താനുള്ള ഒരു മാനേജ്മെന്റിന് പറയുന്ന പേരാണ് പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ പ്രോജക്ട് മാനേജ്മെന്റ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് നോളജ്, സ്കിൽസ്, ടൂൾസ് ആൻഡ് ടെക്നിക്സ് ടു പ്രോജക്ട് ആക്ടിവിറ്റീസ് ടു മീറ്റ് പ്രോജക്ട് റിക്വയർമെന്റ്സ്. അതായത് നമ്മുടെ കയ്യിലുള്ള നോളജ്, സ്കിൽസ്, ടൂൾസ്, ടെക്നിക്സ് എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതിനാണ് നമ്മൾ പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. വേരിയസ് ഫ്രെയിംവർക്സ് എക്സിസ്റ്റ്. അതായത് പ്രോജക്ട് മാനേജ്മെന്റ് ഒരുപാട് ഫ്രെയിംവർക്സ് ഉണ്ട്. നമ്മുടെ സിലബസിലാണെങ്കിലും ഇനി നിങ്ങൾക്ക് വരുന്ന നെക്സ്റ്റ് യൂണിറ്റ് 1ന്റെ പാർട്ട് 2 നിങ്ങൾ പഠിക്കുന്നുണ്ട്. 2 ഫ്രെയിംവർക്സിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ബേസിക് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡഡ് ബൈ പ്രോജക്ട് മാനേജ്മെന്റ് ബോഡി ഓഫ് നോളജ്, PMBOKയുടെ 2 സ്റ്റാൻഡേർഡ്സ് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ നമ്മളത് പഠിക്കുന്നതായിരിക്കും ഡീറ്റെയിൽ ആയിട്ട്. So various framework exist with the project management institutes, project management body of knowledge being one of the most sought after. The PMBOK, അതായത് Project Management Body of Knowledge, includes 5 process groups and 10 knowledge areas with various interrelated project management process spanning these areas and groups in a logical sequence. So ഈ PMBOK പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് 5 പ്രോസസ് ഗ്രൂപ്പുകളും 10 നോളജ് ഏരിയാസും ആണ്.
ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, അത് നെക്സ്റ്റ് യൂണിറ്റിൽ നമ്മൾ വ്യക്തമായിട്ട് ഈ 5 പ്രോസസ് ഗ്രൂപ്പ്സുകളുടെയും 10 നോളജ് ഏരിയാസിന്റെയും കാര്യം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. എനിക്ക് 2 സ്റ്റാൻഡേർഡ്സ് ആണ് ഈ ഒരു പർട്ടിക്കുലർ PMBOK നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ 5 പ്രോസസ് ഗ്രൂപ്പ്സുകളും 10 നോളജ് ഏരിയാസും വിത്ത് വേരിയസ് ഇന്റർ റിലേറ്റഡ് പ്രോജക്ട് മാനേജ്മെന്റ് പ്രോസസ്സസ് സ്പാനിങ് ദീസ് ഏരിയാസ് ആൻഡ് ഗ്രൂപ്പ്സ് ഇൻ എ ലോജിക്കൽ സീക്വൻസ്. അത് ഒരു പർട്ടിക്കുലർ സീക്വൻസിലാണ് അവർ എന്ത് ചെയ്യുന്നത്, അത് പ്രൊവൈഡ് ചെയ്യുന്നത്. Then the PMBOK also lists project management related tools and techniques for each process. So ഇവരെ ഓൾറെഡി വേറൊരു കാര്യം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രോജക്ട് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസും ടെക്നിക്സും ഓരോ പ്രോസസ്സുകളിലും, അത് ഓരോരോ പ്രക്രിയകളിലുള്ള ടൂൾസും അതേപോലെ ടെക്നിക്സുകളും ഇവരെ പ്രത്യേകമായിട്ട് ലിസ്റ്റും ചെയ്തിട്ടുണ്ട്. ആര്? PMBOK, അതായത് പ്രോജക്ട് മാനേജ്മെന്റ് ബോഡി ഓഫ് നോളജ്. Then who is a project stakeholder? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ആരാണ് പ്രോജക്ട് സ്റ്റേക്ക് ഹോൾഡർ എന്നുള്ളത്. ഏതൊക്കെ പാർട്ടീസ് ആണോ പ്രോജക്റ്റുമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അവരെ നമുക്ക് എന്തെന്ന് പറയാം, പ്രോജക്ട് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയാനായിട്ട് സാധിക്കും. സോ ദ സ്റ്റേക്ക് ഹോൾഡർ ഇസ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഹു അഫക്ട്സ് ഓർ അഫക്റ്റഡ് ബൈ ദ പ്രോജക്ട് ഓർ പെർസീവ്സ് ടു ബി അഫക്റ്റഡ് ബൈ ദ പ്രോജക്ട്. അതായത് ഒരു പ്രോജക്റ്റ് മൂലമായിട്ട് അഫക്റ്റ് ചെയ്യുന്ന ഏതൊരു ഇൻഡിവിജ്വലിനെയും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിനെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും, പ്രോജക്ട് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയാനായിട്ട് പറ്റും. അത് ഇന്റേണൽ ആയിരിക്കും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിരിക്കും. ആരൊക്കെ ആയിരിക്കാം ഒരു പ്രോജക്റ്റിനെ അഫക്ട് ചെയ്യുന്ന സ്റ്റേക്ക് ഹോൾഡർ? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഒന്ന് മനസ്സിൽ ചിന്തിക്കാമോ? ആ പ്രോജക്റ്റിന്റെ ഓണർ, അതായത് കസ്റ്റമർ ഉറപ്പായിട്ട് അഫക്റ്റഡ് ആകുന്ന ആളാണ്. അല്ലെങ്കിൽ സ്പോൺസർ ആണെങ്കിൽ സ്പോൺസർ അഫക്റ്റഡ് ആയിട്ടാകുന്ന ആളാണ്. അതേപോലെ തന്നെ അതിനകത്തുള്ള വർക്കേഴ്സ്, അങ്ങനെയുള്ള എല്ലാ ആളുകളും പ്രോജക്റ്റുമായിട്ട് ആരൊക്കെയാണോ കണക്ട് ചെയ്ത് നിൽക്കുന്നത് അവരെല്ലാവരും പ്രോജക്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. അതിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളാണ്. സോ ഒരു പ്രോജക്റ്റിനെ സംബന്ധിച്ച് ആ പ്രോജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ, ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉള്ള ഒരാളാണെങ്കിലും ശരി, ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ രീതിയിൽ ഒരു റിലേഷൻ ഉള്ള ഒരാളാണെങ്കിലും അവരെ നമുക്ക് എന്തെന്ന് പറയാം, പ്രോജക്ട് സ്റ്റേക്ക് ഹോൾഡർ നമുക്ക് പറയാം. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോജക്ട് സ്പോൺസർ, പ്രോജക്ട് ടീം, കസ്റ്റമേഴ്സ്, യൂസേഴ്സ്, സപ്ലയേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്. സോ ആരൊക്കെ ഉണ്ടെന്ന് നോക്കിയേ, സ്പോൺസർ ഉണ്ട്, പ്രോജക്റ്റിന്റെ ടീം ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്, യൂസേഴ്സ് ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, ഈവൻ കോമ്പറ്റീറ്റേഴ്സ് പോലും ഇവരുടെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണെന്ന് പറയാം. അതായത് ഇവരുടെ പ്രതികൂലിച്ച് നിൽക്കുന്ന ഇവരുടെ കുറച്ച് എന്താ പറയേണ്ടത്, കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റ് മലയാളം വേർഡ് എന്താണ് നമുക്ക് അറിയാലോ, ഇവരുടെ കൂടെ മത്സരിച്ച് നിൽക്കുന്ന, ഇവരുടെ കൂടെ മത്സരിച്ച് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ പോലും ഇതിലൊരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്, പ്രോജക്റ്റിന്റെ സ്റ്റേക്ക് ഹോൾഡർ ആണ്. സോ ദ പ്രോജക്ട് സ്റ്റേക്ക് ഹോൾഡർ ക്യാൻ ബി ഇന്റേണൽ ആസ് വെൽ ആസ് എക്സ്റ്റേണൽ ടു ദ പ്രോജക്ട്. അവര് ഇന്റേണൽ ആയിരിക്കാം അല്ലെങ്കിൽ എക്സ്റ്റേണലും ആയിരിക്കാം. ഇനി ഇവരുടെ എല്ലാവരുടെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇനിയുള്ള സ്ലൈഡിൽ കാണാനായിട്ട് പോകുന്നത്. സോ സ്പോൺസർ. The sponsor of a project is typically government organization responsible for funding and decision making. അതായത് നമുക്കറിയാലോ, അതായത് ഗവൺമെന്റ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഗവൺമെന്റ് എന്ത് ചെയ്യാറുണ്ട്, ഫണ്ട് കൊടുത്തിട്ടായിരിക്കുമല്ലോ ഓരോ റോഡിന്റെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് സ്പോൺസർ ആരായിരിക്കും, ഗവൺമെന്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു നമുക്ക് കസ്റ്റമർ എന്നും പറയാം, സ്പോൺസർ എന്നും പറയാം. ഈ ഫണ്ട് വേറൊരാൾ കൊടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് എന്തെന്ന് പറയാം, സ്പോൺസർ എന്ന് പറയാം. സോ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് സ്പോൺസർ ആണ്. കാരണം ഗവൺമെന്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട്, പബ്ലിക്കിന് ബിഹാഫ് ആയിട്ടാണ് പല കാര്യങ്ങളും പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഏർപ്പെട്ടിട്ട് പല പ്രോജക്റ്റുകളും ചെയ്യുന്നത്. റോഡ് പണി, അല്ലെങ്കിൽ മെട്രോ ഒക്കെ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ആണ്. എറണാകുളം കൊച്ചി മെട്രോ ഒക്കെ ഇല്ലേ, അതൊക്കെ ഒരു പ്രോജക്റ്റ് ആണ്. സോ അങ്ങനെയുള്ള ഒരു കേസിൽ ഗവൺമെന്റിനെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും, സ്പോൺസർ എന്ന് പറയാനായിട്ട് സാധിക്കും. They play a very crucial role in approving the project scope, making critical decision and providing necessary inputs. So ഈ സ്പോൺസർ എന്ന് പറയുന്ന ആള് ഒരു വളരെ വലിയ റോൾ പ്ലേ ആണ് ഈ പ്രോജക്റ്റിനെ നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ട്, പ്രോജക്റ്റിന്റെ സ്കോപ്പ്, എൻറ്റയർ പർപ്പസിന് വേണ്ടിയിട്ട്, പ്രോജക്റ്റിനകത്തുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട്, അതേപോലെ തന്നെ നെസസറി ആയിട്ടുള്ള ഇൻപുട്സ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട്. സോ ഫണ്ടിങ് അല്ലാതെ, ഇൻ അഡീഷൻ ടു ഫണ്ടിങ്, ദേ ഡിസൈഡ് ഓൺ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ പ്രോജക്ട് റിക്വയർമെന്റ്സ് ആൻഡ് ദ ബജറ്റ്. ഫണ്ടിങ് അല്ലാതെ പലതരത്തിലുള്ള പ്രോജക്ട് റിക്വയർമെന്റിന്റെ കാര്യങ്ങളും എല്ലാം ഇവർ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. ദ പ്രോജക്ട് സ്പോൺസർ ഹോൾഡ് അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ഫൈനലൈസിംഗ് പ്രോജക്ട് ഔട്ട്പുട്ട് ആസ് ദേ മസ്റ്റ് എഗ്രി ടു ദ ഫണ്ട്സ് അലോക്കേറ്റഡ് ടു ദ കോൺട്രാക്ടേഴ്സ് ഫോർ സ്പെസിഫിക് റിക്വയർമെന്റ്സ്. നോക്കാം, പ്രോജക്ട് സ്പോൺസർ എന്ത് ചെയ്യുന്നുണ്ട്, മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റി എല്ലാം എടുക്കുന്നത് പ്രോജക്ട് സ്പോൺസർ ആണ്. എന്തിനു വേണ്ടിയിട്ട്, ഈ അൾട്ടിമേറ്റ് ഔട്ട്പുട്ട് വരുന്നത് എന്താണോ പ്രോജക്റ്റിന്റെ അവസാനം കിട്ടുന്ന ഔട്ട്പുട്ട്, അതിനെല്ലാം സ്പോൺസറും കൂടി ആയിരിക്കും ഉത്തരവാദി. കാരണം എന്താണ്, ഇതിന്റെ ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ആരാണ്, പ്രോജക്ട് സ്പോൺസർ അല്ലേ. സോ പ്രോജക്ട് സ്പോൺസർ കൊടുക്കുന്നതിനനുസരിച്ച് മാത്രമേ പ്രോജക്ട് മാനേജറിന് കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ പ്രോജക്റ്റിന്റെ അവസാനം വരുന്ന എല്ലാ കാര്യങ്ങൾക്കും സ്പോൺസർ എന്തായിരിക്കും, എല്ലാവരും ഈക്വലി ലയബിൾ ആണ് എന്ന് പറഞ്ഞാൽ പോലും
സ്പോൺസർ എന്തായിരിക്കും, ലയബിൾ ആയിരിക്കും. കാരണം സ്പോൺസർ കൊടുക്കുന്ന റിസോഴ്സസ് വെച്ചിട്ട് പ്രോജക്ട് മാനേജറിന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരു കസ്റ്റമറിന്റെ കേസ് പറയുമ്പോൾ കസ്റ്റമർ നമുക്ക് ലയബിൾ ആണെന്ന് പറയാൻ ഒക്കില്ല. കാരണം കസ്റ്റമർ ഫണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് മറ്റുള്ളവരാണ് അത് ചെയ്യുന്നത്. പക്ഷെ സ്പോൺസർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് ആണ്. അപ്പൊ ഗവൺമെന്റ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ അതിലുള്ള ആളുകൾക്ക്, ഇന്റേണൽ പാർട്ടീസിന് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അതാണ് സ്പോൺസർ എന്ന് പറയുന്നത്. ദെൻ പ്രോജക്ട് മാനേജർ. In large-scale project, a team led by project manager or director collaborates to ensure successful implementation. ഒരു large scale project ആണെങ്കിൽ അവിടെ ഒരു project manager ഉണ്ടാവും. The project manager plays a crucial role in maintaining communication and integration among various stakeholders. So ഈ project manager ആണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട റോൾ പ്ലേ നടത്തുന്നത്. എന്തിനു വേണ്ടിയിട്ട്? എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കണക്ട് ചെയ്യുന്ന ഒരു റോൾ പ്ലേ നടത്തുന്ന ആരാണ്? ഈ പ്രോജക്ട് മാനേജർ ആണ്. സോ പ്രോജക്ട് മാനേജർ ആണ് ഈ സ്പോൺസറിനെ ആണെങ്കിലും ശരി, ബാക്കിയുള്ള എല്ലാം ഈ നമ്മുടെ എന്താ പറയേണ്ടത്, ഈ എക്സ്റ്റേണൽ പാർട്ടീസ് ഒക്കെ ഉണ്ടല്ലോ, അവരെ എല്ലാവരെയും തമ്മിൽ ഒരു കണക്ഷൻ കൊണ്ടുവരുന്നത്, അതായത് വർക്കേഴ്സിനെ അങ്ങനെയുള്ളവരൊക്കെ തമ്മിൽ, സപ്ലൈസിനെ ഒക്കെ തമ്മിൽ ഒരു കണക്ഷൻ കൊണ്ടുവരുന്ന ആള് പ്രോജക്ട് മാനേജർ ആയിരിക്കും. Responsibilities include addressing project elements and communicating changes to relevant parties such as civil engineering, design engineering, and seismic analysis contractors to ensure appropriate adjustment in documents and technical specifications. സോ എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പം സ്പോൺസർ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ മാറ്റങ്ങളൊക്കെ വരുത്തുകയാണ്, ഫണ്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അല്ല ഇപ്പം എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ഈ ഡോക്യുമെന്റ്സ്, പ്രോജക്റ്റിന്റെ ഒബ്ജക്റ്റീവിനകത്തോ എന്തെങ്കിലിനകത്തോ ഒരു ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും വരികയാണെങ്കിൽ പോലും ഇത് ബാക്കിയുള്ള എല്ലാ പാർട്ടീസിനെ അറിയിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? പ്രോജക്ട് മാനേജറുടെ ഡ്യൂട്ടിയാണ്. നമ്മൾ ഓൾറെഡി ആദ്യം തന്നെ പറഞ്ഞു, ഈ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ആരാണ്? പ്രോജക്ട് മാനേജറാണ്. സോ പ്രോജക്ട് മാനേജറുടെ ഡ്യൂട്ടിയാണ് എന്തെങ്കിലും ചേഞ്ചസ് സ്പോൺസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള എല്ലാ പാർട്ടീസിനെയും, അതായത് സിവിൽ എഞ്ചിനീയേഴ്സിനെയും ഡിസൈൻ എഞ്ചിനീയേഴ്സിനെയും ഒക്കെ അറിയിക്കുന്നത് ആരായിരിക്കും? പ്രോജക്ട് മാനേജർ ആയിരിക്കും. ദെൻ പ്രോജക്ട് ടീം. പ്രോജക്ട് ടീം എന്ന് പറയുമ്പോൾ ഈ പ്രോജക്റ്റിനകത്ത് കുറച്ചുപേര് വർക്ക് ചെയ്യത്തില്ലേ, അവരെയാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ടീം എന്ന് പറയുന്നത്. ബേസിക്കലി എഞ്ചിനീയേഴ്സ്, കംപ്രൈസിംഗ് എഞ്ചിനീയേഴ്സ്, ഡിസൈനേഴ്സ്, സിവിൽ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആൻഡ് അതർ ഇൻഡിവിജ്വൽസ് is not only the main workforce but also the significant stakeholder in the project. They require necessary inputs such as raw material, tools and equipment to carry out their task. ഈ പ്രോജക്ട് ടീമിനെ സംബന്ധിച്ച് പ്രോജക്ട് മാനേജർ, അതായത് പ്രോജക്ട് മാനേജർ അല്ല സ്പോൺസറിൽ നിന്ന് പ്രോജക്ട് മാനേജറിലേക്ക് സാധനങ്ങൾ വന്നിട്ട് റോ മെറ്റീരിയൽ, ടൂൾസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പ്രോജക്ട് മാനേജർ എന്ത് ചെയ്യണം? ഇവർക്ക് കൈമാറണം, പ്രോജക്ട് ടീമിന് കൈമാറണം. ടീമിന് കൈമാറിയാൽ മാത്രമേ എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ഇവർക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇവരുടെ ടാസ്കുകളെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എന്നാൽ മാത്രമേ പർട്ടിക്കുലർലി അവസാനമുള്ള നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ദേ റിക്വയർ നെസസറി ഇൻപുട്ട് സച്ച് ആസ് റോ മെറ്റീരിയൽസ്, ടൂൾസ് ആൻഡ് എക്യുപ്മെന്റ് ടു ക്യാരി ഔട്ട് ദെയർ ടാസ്ക്. It is crucial to inform them whether these resources will be provided or if they need to arrange them independently. അതായത് പല പ്രോജക്റ്റിലും പല രീതിയിലായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചിലപ്പം നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സ്പോൺസർ തന്നെ നമുക്ക് തരും. നമ്മൾ വർക്ക് ചെയ്താൽ മാത്രം മതി, പ്രോജക്ട് ടീമിലുള്ള ആളുകൾ വർക്ക് ചെയ്താൽ മാത്രം മതിയാവും. പക്ഷെ ചില പ്രോജക്റ്റുകളിലൊക്കെ എങ്ങനെയാണ്? സ്പോൺസർ പൈസ തരും, സ്പോൺസർ റോ മെറ്റീരിയൽസും സാധനവും എല്ലാം വാങ്ങിക്കാനുള്ള പൈസ തരും, നമ്മൾ തന്നെ ഇത് വാങ്ങിച്ചിട്ട് പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതായിട്ട് വരും. സോ അത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പ്രോജക്ട് ടീം എന്ത് ചെയ്യണം? അതിനുള്ള ഇൻഫർമേഷൻ എല്ലാം കിട്ടിയിരിക്കണം. സോ ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ഇൻഫോം ദം, അതായത് പ്രോജക്ട് ടീമിനെ പ്രോജക്ട് മാനേജർ എന്ത് ചെയ്തിരിക്കണം? ഇൻഫോം ചെയ്തിരിക്കണം. അതായത് വെദർ ഈ റോ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം സ്പോൺസർ തരുമോ അതോ നമ്മൾ തന്നെ അതായത് പ്രോജക്ട് ടീം തന്നെ അത് വാങ്ങണോ എന്നുള്ള കാര്യം ഇൻഫോം ചെയ്യേണ്ടത് പ്രോജക്ട് മാനേജറുടെ ഡ്യൂട്ടിയാണ്. ദ ടീം മസ്റ്റ് കൊളാബറേറ്റ് ക്ലോസ്ലി ഫോർ എഫിഷ്യന്റ് ടാസ്ക് കംപ്ലീഷൻ. For instance, civil construction workers need to coordinate with the fabricant workers and the electric engineering team must work in tandem with the civil construction workers to install light at predetermined locations. അതായത് ആളുകളെല്ലാവരും, അതായത് ഈ എഞ്ചിനീയേഴ്സ്, ഡിസൈനേഴ്സ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, മറ്റുള്ള ആളുകളെല്ലാവരും തമ്മിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? കൊളാബറേഷൻ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്? ഇവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഒരു കൊളാബറേഷൻ ഉണ്ടെങ്കിൽ മാത്രം, ഈ പ്രോജക്ട് ടീമിനിടയിൽ ഒരു കൊളാബറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്മൂത്ത് ആയിട്ട് അവരുടെ ഗോൾസ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ in project management, it is often impractical for a project team to independently create all components and systems due to constraints such as time, resources, and capabilities. In such cases, suppliers or vendors play a crucial role. അതായത് സപ്ലയേഴ്സും വെൻഡേഴ്സ് എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ പ്രോജക്റ്റിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് പ്രോജക്ട് മാനേജ്മെന്റിൽ ഈ സപ്ലയേഴ്സിന്റെ വെൻഡേഴ്സിന്റെ റോൾ എന്ന് പറയുന്നതും ഒരു ക്രൂഷ്യൽ റോളാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. These external entities already possess the expertise to perform certain tasks efficiently.
The project team can outline their requirements and delegate the production of components to suppliers, allowing the team to focus on defining requirements, മോണിറ്ററിംഗ് പ്രോഗ്രസ് ആൻഡ് എൻഷുറിംഗ് ക്വാളിറ്റി കൺട്രോൾ. അതായത് ഓൾറെഡി ഇപ്പോൾ പ്രോജക്ട് ടീം പറയുകയാണ് അവരുടെ റിക്വയർമെന്റ്സും കാര്യങ്ങളും എല്ലാം സപ്ലൈസിലേക്കോ അല്ലെ വെൻഡേഴ്സിലേക്കോ അറിയിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ ഒക്കത്തുള്ളൂ, അവർക്ക് കൃത്യസമയത്ത് ഇത് കൊണ്ടുതരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഈ സപ്ലയേഴ്സും വെൻഡേഴ്സും എങ്ങനെയാണ് ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നത്? പ്രോജക്റ്റിന്റെ റിക്വയർമെന്റ്സ് അനുസരിച്ച് റോ മെറ്റീരിയൽസും സാധനങ്ങളും സപ്ലയേഴ്സും വെൻഡേഴ്സും കൊണ്ടു തന്നാൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ, ഇവർക്ക് കറക്റ്റ് ആയിട്ട് ഈ പ്രോജക്ട് ടീമിന് പ്രോജക്റ്റിന്റെ ടാസ്കുകളെല്ലാം കറക്റ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഫ്ലോയിൽ ചെയ്തിട്ട് ഇവരുടെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ ഒരു കേസ് നോക്കുമ്പോൾ സപ്ലയേഴ്സും വെൻഡേഴ്സും എന്താണ് ഒരു നല്ലൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോജക്ട് മാനേജ്മെന്റിനകത്ത്. സോ സപ്ലയേഴ്സ് ആൻഡ് വെൻഡേഴ്സ് ആർ പ്ലേയിങ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ പ്രോജക്ട് മാനേജ്മെന്റ്. വൈ? ബിക്കോസ് they are providing the raw materials and all based on the requirement of the project. So this makes suppliers important stakeholder in the project even though they are not part of the core project team. അവർ ഡയറക്റ്റ് ആയിട്ടൊരു പാർട്ടല്ല, ഒരു എക്സ്റ്റേണൽ മെമ്പർ ആണ്. പക്ഷെ എന്നാൽ പോലും ഈ ഇന്ന കാര്യം നമ്മൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവർക്ക് എന്താണ് ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് എന്തിനകത്ത്, പ്രോജക്ട് മാനേജ്മെന്റിനകത്ത്. Then fifth one, the project involves various key stakeholders including local authorities responsible for electricity, water and communication services. അതായത് ചില ലോക്കൽ അതോറിറ്റീസിനും പ്രൊജക്ടിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ ഇലക്ട്രിസിറ്റി, KSEB ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ കേരളത്തിൽ എന്തെങ്കിലും പ്രൊജക്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കൃത്യമായിട്ട് വാട്ടർ, അല്ലെങ്കിൽ ഏത് അതോറിറ്റിയാണോ പർട്ടിക്കുലർലി വാട്ടർ കൊടുക്കുന്നത് ഇവർക്ക്, അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ആ പ്രൊജക്ടിനുള്ള രീതിയിൽ ആ വാട്ടർ യൂസ് ചെയ്തിട്ട് ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സർവീസസ് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, പ്രോജക്റ്റ് എഫിഷ്യന്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ലോക്കൽ അതോറിറ്റീസും എന്താണ് പ്രോജക്റ്റിന്റെ ഫൈനൽ ഔട്ട്പുട്ടിനകത്ത് ഈക്വലി റെസ്പോൺസിബിൾ ആണ്. While not directly involved in project tasks, these entities play a crucial role as their performance significantly influences the project progress. So മുമ്പേ നമ്മൾ നേരത്തെ പറഞ്ഞത് തൊട്ടാണ്, സപ്ലൈസിന്റെ കാര്യം പറഞ്ഞ തൊട്ടാണ്, ഡയറക്റ്റ് ആയിട്ട് ഒരു ഇമ്പാക്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻഡയറക്റ്റ് ആയിട്ട് എക്സ്റ്റേണൽ പാർട്ടി എന്നുള്ള നിലയിൽ ഇവരും പ്രോജക്റ്റിന്റെ ഒരു സ്റ്റേക്ക് ഹോൾഡർ തന്നെയാണ്. Then despite having negative interest of the project, adversaries. What is adversaries? എന്താണ് adversaries? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, കോമ്പറ്റീറ്റേഴ്സ്. അതായത് ഇവരുടെ ഒപ്പം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ പറയുന്നതാണ് adversaries എന്ന് പറയുന്നത്. Are considered as stakeholders as they may attempt to exploit opportunities to hinder the project. Project authorities need to monitor and vigilant against their action to ensure the project smooth progress. അതായത് ഈ അഡ്വേഴ്സറീസ്, കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു സ്റ്റേക്ക് ഹോൾഡർ ആണ്, ഒരു നെഗറ്റീവ് സ്റ്റേക്ക് ഹോൾഡർ ആണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും എന്താണ് നമ്മുടെ ഈ പ്രോജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ഇപ്പൊ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് എയ്ഡ്സിനെതിരെ, HIV-ക്കെതിരെ ഒരു മെഡിസിൻ കണ്ടുപിടിക്കുന്നതാണ് ഒരു പ്രോജക്റ്റ് എന്നിട്ടുണ്ട്. അപ്പം അതേ പ്രോജക്റ്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു കമ്പനിക്ക് എന്ത് ചെയ്യാൻ ഒക്കും, നമ്മളുടെ ആക്ടിവിറ്റീസ് ഹിൻഡർ ചെയ്യാനായിട്ട്, നമ്മളുടെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, തടസ്സങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പ്രോജക്റ്റിൽ അവർക്കറിയാം. നമ്മളിപ്പോ ഒരു നല്ല മെഡിസിൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് ഉറപ്പായിട്ടും തകരും. അപ്പൊ അതുകൊണ്ടിട്ട് അവർ നമ്മളുടെ ബിസിനസ് തകർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെ ഒരു കേസിൽ നോക്കുമ്പം ഈവൻ ദോ അവർ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ്, നെഗറ്റീവ് ഇൻട്രസ്റ്റ് ആണ് പ്രൊജക്റ്റിൽ ഉണ്ടാകുന്നതെങ്കിൽ പോലും എന്താണ്, അവരും നമ്മുടെ പ്രൊജക്റ്റിൽ ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടി തന്നെയാണ്. സോ അഡ്വേഴ്സറീസ് ആർ ഓൾസോ കൺസിഡർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആസ് ദേ അറ്റംപ്റ്റ് ടു എക്സ്പ്ലോയിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ടു ഹിൻഡർ ദ പ്രോജക്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് വീഡിയോ, പാർട്ട് 1 വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ബാക്കി യൂണിറ്റ് 1ന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ഒരു ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ലേണേഴ്സ്.